നമസ്തേ. ഇന്ന് എന്നോടൊപ്പം ജീവനത്തിൽ നിന്നും ചികിത്സ കഴിഞ്ഞു പോകുന്ന ജാക്വലിൻ ആണുള്ളത്. ജാക്വലിൻ ഇവിടെ ജസ്റ്റ് 4 ദിവസമാണ് ഉണ്ടായിരുന്നത്. ജാക്വലിൻ UK-യിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് ലീവിന് വന്നപ്പോൾ ഒരു 4 ദിവസം ജീവനത്തിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നതാണ്. എന്തായാലും ജീവനത്തെ ഈ 4 ദിവസത്തെ ചികിത്സാനുഭവം ഒന്ന് ഷെയർ ചെയ്യൂ. ജാക്വലിൻ എത്ര വർഷമായിട്ടുണ്ട് UK-യിൽ എത്തിയിട്ട്? ഞാൻ UK-യിൽ എത്തിയിട്ട് 19 വർഷമായിട്ടുണ്ട്. 19 വർഷമായിട്ടുണ്ട്. അതിൽ എത്ര ഒരു സർജറി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അല്ലേ? തിയേറ്ററിലാണ് ഞാൻ വർക്ക് ചെയ്യണത്, ഓപ്പറേഷൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവിടെ എനിക്ക് ലോങ് സ്റ്റാൻഡിങ് പ്രൊസീജിയേഴ്സൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒത്തിരി സമയം നിൽക്കും. എനിക്ക് ഓൾറെഡി ഈ അസുഖത്തിൻ്റെ ഈ ജോലിയുടെ ഭാഗമായിട്ട് വെരിക്കോസ് വെയിൻ ഉണ്ട്. അപ്പം ഞാൻ പ്രഷർ സ്റ്റോക്കിനെറ്റൊക്കെ ഇട്ടൊക്കെയാണ് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ എനിക്ക് വലിയ ലെഡ് ഗൗണൊക്കെ ഇട്ട് ഒത്തിരി സമയം നിൽക്കേണ്ട പ്രൊസീജിയറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് പ്രായം കൂടുമ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 19 വർഷത്തോളം ഈ ഒരു എത്രയാണ് ലെഡ് ഗൗണിന് 20 കിലോ ഭാരത്തോളം അത്രയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഇത്രയും കാലം കടന്നു പോയത്. അപ്പോൾ ടോട്ടലി ഞാനിപ്പോൾ ഒരു 33 വർഷമായിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യണതാണ്. അപ്പോൾ ഇത്രയും കാലവും ഞാൻ ഒരിക്കലും ജോലിയിൽ നിന്നൊന്നും മാറി നിന്നിട്ടില്ല. അപ്പോൾ എന്ത് ക്ഷീണങ്ങളും കാര്യങ്ങളും വന്നാലും ഇതൊക്കെ ജോലിയുടെ ഭാഗമായിട്ടാണ് കൊണ്ടുനടന്നിരുന്നത്, വിചാരിച്ചിരുന്നത്. ഇതിൻ്റെ കൂടെ എനിക്ക് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും കൂടെ ഉണ്ട്, ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്. അപ്പോൾ ഒരു ഹൈപ്പോതൈറോയിഡിസം ഉള്ള ഒരാൾക്ക് അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്നേ തുടങ്ങി ജേക്കബ് എൻ്റെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കുറച്ച് ലൈഫ് സ്റ്റൈലൊക്കെ ഞാൻ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു. പക്ഷെ എപ്പോഴും ഒരു ക്ലിയർ ഒരു ട്രാക്കിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. ആഗ്രഹമുണ്ട്, നല്ലോണം നോക്കി ജീവിച്ചു പോകണം, ബാക്കിയുള്ള ലൈഫ് നല്ലോണം ജീവിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഓരോ ഇങ്ങനെ വീഡിയോസ് കണ്ട് പ്രകൃതി നാച്ചുറൽ ലൈഫിൻ്റെ ഇതെങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ള ആഗ്രഹം തുടങ്ങി. അപ്പോൾ ഡോക്ടർ ജെന്നിയുടെ വീഡിയോസ്, ക്ലാസ് അതെല്ലാം കണ്ടു. പല പ്രാവശ്യം യോഗ ക്ലാസ്സുകളൊക്കെ അവിടെ നിന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചു. വീഡിയോസ് കണ്ട് അല്ലാത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കണ്ടു. അപ്പോൾ അതിലേക്കൊരു ആഗ്രഹം തോന്നി, എന്താണെങ്കിലും ഇതിൻ്റെ ലൈഫ് സ്റ്റൈൽ ട്രാക്ക് ഒന്ന് കിട്ടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ തിരക്കുള്ള ജീവിതത്തിൽ എത്ര ആരൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ പോകും. പക്ഷെ ഇവിടെ വന്ന് 4 ദിവസം നിന്നപ്പോൾ അതെത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാമെന്ന് ഒരു ഐഡിയ കിട്ടി. വലിയൊരു എഫേർട്ടൊന്നും ഇല്ലാതെ തന്നെ കുറേ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ പറ്റും എന്ന് തോന്നി. കാരണം ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ചുമയുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു മെനിസ്കൽ ടയറൊക്കെ ആയിട്ടാണ് വന്നത്. മെനിസ്കൽ ടയറൊന്നും മാറൂല എന്ന് എനിക്കറിയാം 4 ദിവസം കൊണ്ട്. പക്ഷേ അതിനെ എന്ത് ചെയ്താൽ ഇതിനൊക്കെ ഒരു ലോങ് ടേം എഫക്റ്റ്, എനിക്ക് നല്ല എഫക്റ്റ് കിട്ടും എന്നൊരു ഐഡിയ കിട്ടി. പിന്നെ മെയിനായിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യം, ഇവിടുത്തെ ഫുഡ് പാകം ചെയ്യുന്ന രീതി, ഫ്രഷായിട്ട് കുറച്ച് സമയം കൊണ്ട് എങ്ങനെ ഫ്രഷായിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കി ഹെൽത്തി ആയിട്ട് എങ്ങനെ ഫുഡ് പ്രിപ്പയർ ചെയ്യാം, അതെങ്ങനെ നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മണിക്കൂറുകൾക്കുള്ളിൽ അത് കൺസ്യൂം ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ കിട്ടിയത് എന്നെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് 4 ദിവസം കൊണ്ട് കിട്ടിയത്. അപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട്, കുറച്ചും കൂടെ അങ്ങ് പോയാൽ, ഇപ്പം ഞാൻ ഈ നാട്ടിൽ നിൽക്കണ ഈ ദിവസത്തെ എൻ്റെ ഹാസിലൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഞാൻ എൻ്റേതായ ലൈഫിൽ തിരിച്ച് UK-യിൽ എത്തുമ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈല് പിന്തുടരാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്രത്തോളം ഇപ്പോൾ പ്രകൃതി ചികിത്സയിൽ എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റി ഇപ്പോൾ ഈ ഒരു 4 ദിവസം കൊണ്ട്? എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട് അത് കണ്ടിന്യൂ ചെയ്യണമെന്ന്. കാരണം അതിനെനിക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസം വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ ആ ടീച്ചറിൻ്റെ ഒരു എക്സ്പീരിയൻസ് നല്ലൊരു എവിഡൻസ് ആണ്. അതുപോലെ പലരും ഇവിടെ 1-2 പ്രാവശ്യം അല്ലെങ്കിൽ പല പ്രാവശ്യം ജീവനത്തിൽ വന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടു. അപ്പോൾ അവരുടെ എല്ലാം ആ തീവ്രമായ ആഗ്രഹം ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ളത് കുറേ കൂടെ ആളുകളിലേക്ക് എത്തണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഒരു നല്ലൊരു സമൂഹത്തിലേക്ക് അത് എത്തിക്കാനുള്ള ഒരു സാഹചര്യവും കൂടി നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കണം. ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുകയും അതിനെപ്പറ്റി കൂടുതൽ അറിയുകയും ചെയ്താൽ അത് ഉപകാരപ്രദമായിരിക്കും. എന്തായാലും ജാക്വലിൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഒരു അലോപ്പതി ഒരു വലിയ സ്ട്രീമിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേച്ചുറോപ്പതി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് ഇതിനെയും വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പരിചയിച്ചിട്ടുള്ള ഒരു ആശുപത്രിയും ഈ ഒരു ജീവനം പ്രകൃതി ചികിത്സ ആശുപത്രിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുത്താൻ, അല്ല എങ്ങനെ കമ്പയർ ചെയ്ത് പറയാനായിട്ട്? അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം അലോപ്പതി മെഡിസിൻ